നേരെ അറ്റത്ത് കാണുന്ന ആലപ്പാട് ഭാഗമാണ്. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പുള്ള്. അപ്പം നമുക്ക് ഓഫ് റോഡിലൊക്കെ പോകുന്ന പോലെ ഒന്ന് റൈഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണിത്. തൃശ്ശൂരിലെ പുള്ളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡ് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോകുമ്പോൾ പാലക്കൽ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്. പാലക്കൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാലാണ് നമുക്ക് ഈ റോഡിലേക്ക് കിടക്കാൻ പറ്റുക. ഈ റോഡ് നേരെ പോകുന്നത് തൃപ്പയാർക്കാണ്. തൃപ്പയാർക്കൊക്കെ പോകുമ്പം ആലപ്പാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിന് തൊട്ട് മുന്നായിട്ട് നമ്മൾ പുള്ളിലേക്ക് തിരിയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നമ്മൾ അമ്മാടൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ പാടത്തോട്ട് ഇറങ്ങും. ഈ പാടത്തിൻ്റെ നടുക്കിലൂടെയുള്ള ഈ റോഡ് എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് തരുന്നൊരു വഴിയാണ്. പാലക്കൽ നിന്ന് നമ്മൾ ഈ റൂട്ടിൽ കൂടെ പുള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 9.5 കിലോമീറ്ററാണ് വരുന്നത്. പുള്ളിക്കെത്താൻ അപ്പുറത്ത് വേറൊരു വഴിയുണ്ട്. അത് തൃശ്ശൂരിൽ നിന്ന് മനക്കോട് വഴിയാണ് വരിക. ഒളരി വഴി വന്നിട്ട് മനക്കോട് കൂടിയിട്ട് ഇങ്ങോട്ട് കിടക്കാനുള്ളൊരു നല്ല റോഡ് തന്നെയുണ്ട്. റബ്ബറൈസ്ഡ് റോഡാണ്. അതിലൂടെ വരികയാണെങ്കിൽ പുള്ളിലേക്ക് എത്താനായിട്ട് ഏകദേശം ഒരു 14 കിലോമീറ്ററോളം എടുക്കും. പിന്നെ പുള്ളി പാടത്തേക്കാണെങ്കിൽ അതിൽ നേരത്തെ എത്തും. ഏകദേശം ഒരു 12 കിലോമീറ്ററിന് അടുത്തൊക്കെ എടുക്കുള്ളൂ. ഈ റോഡ് ഭയങ്കര കൺജസ്റ്റഡ് ആണ്, ഭയങ്കര സ്മൂത്താണ്. അതുകൊണ്ട് തന്നെ ഓവർടേക്കിംഗ് ഒക്കെ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടി വരും. പാടത്തിൻ്റെ അവിടേക്ക് നമ്മളിപ്പോൾ ഇറങ്ങാറായി. അതിൻ്റെ സൂചന ആയിട്ടില്ല. ഇവിടെ ആകെ വെളിച്ചാണ്. നമ്മൾ പാടത്തേക്ക് ഇറങ്ങും. പിന്നെയാണ് ഏറ്റവും നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുക. ഇതാണ് പുള്ളിൻ്റെ സൈഡിലെ പാടം എന്ന് പറയാം. പുള്ളിന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇതിപ്പോൾ അമ്മാടം കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. നേരെ അറ്റത്ത് കാണുന്ന ആലപ്പാട് ഭാഗമാണ്. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പുള്ള്. ഈ രണ്ട് സൈഡിലും കാണുന്ന പച്ചപ്പില്ല, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത്. ഇത് കാണാനാണ് ആളുകൾ പല സ്ഥലത്തു നിന്നും പുള്ളിലേക്ക് വരുന്നത്. പിന്നെ തന്നെയല്ല, നമുക്ക് വൈകിട്ട് വണ്ടിയൊക്കെ അവിടെ ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് പല സ്ഥലങ്ങളിൽ നടന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ഒരു സ്ഥലം കൂടിയാണ് പുള്ള്. 1990-കളിലൊക്കെയാണ് ഇവിടെ ഈ ഒരു റോഡ് ഇങ്ങനെ വന്നതെന്നാണ് പറയുന്നത്. അതിന് മുന്നേ എന്താണെന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ എന്തായാലും ഇതൊരു എന്താ പറയുക, വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഇതിലുള്ള യാത്ര എന്ന് പറയുന്നത്. വർഷകാലത്ത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ ഇതിന് മുകളിൽ കൂടെ വെള്ളം കയറിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ അറിയാലോ, ഈ ഒരു ഭാഗം പുള്ളിൻ്റെ ഭാഗമൊക്കെ 2018 വെള്ളപ്പൊക്കത്തിൽ അത്യാവശ്യം മുങ്ങിപ്പോയൊരു ഏരിയ കൂടിയായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ അവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ പച്ചപ്പ് നമ്മൾ കാണുന്ന പോലെ തന്നെയാണ് വർഷക്കാലത്ത്. അതായത് മൺസൂണൊക്കെ ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് നല്ല രസമായിരിക്കും ഈ റോഡൊക്കെ ഇങ്ങനെ കുതിർന്ന് കിടക്കണ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ഈ മഴവെള്ളമൊക്കെ ആയിട്ട് ഈ രണ്ട് സൈഡിലുള്ള മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാനും, പിന്നെ പതുക്കെ വെള്ളം ഈ വയലുകളിലൊക്കെ വരും. അതൊക്കെ കാണാൻ രസമാണ്. ആ സമയത്ത് വന്നിട്ട് ഒരു വീഡിയോ കൂടി എനിക്കിവിടെ ചെയ്യണമെന്നുണ്ട് സത്യത്തിൽ. പിന്നെ അത്യാവശ്യം ബസ്സൊക്കെ ഓടുന്ന റൂട്ട് കൂടിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ബസ്സൊക്കെ ഉണ്ട് ഈ റൂട്ടിൽ കൂടെ. തൃശ്ശൂരിൽ നിന്ന് ബസ് വന്നിട്ട് പാലക്കൽ, അമ്മാടം വഴി ആലപ്പാട്, പെരുങ്ങോട്ടുകര കൂടി തൃപ്പയാർക്കാണ് ഇതിലെ ബസ്സൊക്കെ ഓടുന്നത്. ഇതാണ് ആലപ്പാട് എത്തുന്നതിന് മുന്നുള്ള റൈറ്റ് ടേൺ. ഇതിലെ ടേൺ ചെയ്തിട്ട് വേണം നമ്മൾ പുള്ളിലേക്ക് എത്താൻ. ഇത്രയും നേരം നമ്മൾ റബ്ബറൈസ്ഡ് റോഡിൽ കൂടെയാണ് വന്നത്. പക്ഷേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെയല്ല, കുറച്ച് ചാട്ടമൊക്കെ ഉണ്ടാവും. എന്തായാലും കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ലാത്തൊരു റോഡ് തന്നെയാണ്. നമ്മൾ ഈ പോണ റൂട്ടിലും ഇടയ്ക്ക് ബസ്സൊക്കെ ഓടുന്നുണ്ട്. പിന്നെ തൃപ്പയാർ ഭാഗത്തു നിന്ന് വരുന്ന ആളുകളൊക്കെ തൃശ്ശൂർ എത്താൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് പോലെ ഉപയോഗിക്കുന്ന റോഡ് കൂടിയാണത്. ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താൻ പറ്റും മനക്കൊടി കൂടിയിട്ട്. പിന്നെ വർഷക്കാലത്ത് അത്ര റെക്കമെൻഡായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ചിലപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് കയറി വരുന്ന സമയമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ യാത്രയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. പക്ഷേ ബാക്കിയുള്ള സമയങ്ങളൊക്കെ നല്ലതായിരിക്കും. പക്ഷേ വർഷകാലത്ത് വെള്ളമൊന്നുമില്ല, റോഡിൽ വെള്ളമൊന്നും ഇല്ലെങ്കിൽ വളരെ നല്ലൊരു യാത്ര തന്നെയായിരിക്കും ഇതിലൂടെ എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റിയൊരു റോഡ് കൂടിയാണത്. പുള്ളിയിലെ പാടങ്ങളൊക്കെ തുടങ്ങുന്ന സമയം റൈറ്റ് കാണുന്നതെല്ലാം പുള്ളിയിലെ പാടങ്ങളാണ്.
നേരെ കാണുന്നതാണ് പുള്ള്. അതൊരു ദ്വീപ് തന്നെയാണ് സത്യത്തിൽ, ദ്വീപ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ദ്വീപ് എന്ന് പറയുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പാടത്താണ് കേട്ടോ നിറയെ താമരയൊക്കെ ഉള്ളത്. ഈ പാടം ഫുള്ള് താമരയാണ്. നല്ല രസമാണ് ഇവിടെ അത് കാണാനായിട്ട്. അപ്പോൾ ദ്വീപ് എന്ന് പറയുമ്പം ചുറ്റും ഇങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ മുൻപൊക്കെ വർഷക്കാലമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയായിരുന്നു. ഈ പറയുന്ന റോഡൊക്കെ വരുന്നേക്കാളും മുൻപായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം രണ്ട് സൈഡിൽ നിന്നും രണ്ട് റോഡാണ് ഈ ഒരു ദ്വീപിനെ കണക്ട് ചെയ്യുന്നത്. ഒരു ബസ് പോയി. ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് അതിൻ്റെ വ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശരിക്കും ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പിലുള്ളൊരു ദ്വീപ് തന്നെയായിരിക്കും പുള്ളെന്ന് പറയുന്നത്. ചില ഞായറാഴ്ചകളൊക്കെ ഈ പറയുന്ന ഈ രണ്ട് സൈഡും കുറേ വണ്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞായറാഴ്ച ഒരു സാറ്റർഡേ ഈവനിങ്ങിലൊക്കെ കുറേ ആളുകളൊക്കെ ഈവനിങ് ആസ്വദിക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ വരാറുണ്ട്. ഇതാണ് പുള്ള് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലം. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലത്താണ് ബസ്സൊക്കെ പാർക്ക് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ പാടുണ്ട്. ഇനിയിപ്പോൾ ആ കാണുന്ന റൈറ്റ് സൈഡിലെ ആ ഒരു മരങ്ങളൊക്കെ ഉള്ള സ്ഥലമല്ലേ, അവിടെ ഇനി ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. റോഡിൻ്റെ അവസ്ഥയൊക്കെ കുറച്ച് മോശമാണ് ഈ ഭാഗത്ത്, എന്നാലും വലിയ കുഴപ്പമില്ല എന്ന് പറയാം. ലെഫ്റ്റ് സൈഡിൽ ഇവിടെ അധികം വീടുകളൊന്നുമില്ല, പക്ഷേ റൈറ്റ് സൈഡിലുണ്ട് വീടുകളൊക്കെ. ഇതിപ്പം പുള്ള് ആ ഒരു ഗ്രാമം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് പറമ്പും പാടങ്ങളൊക്കെ തന്നെയാണ്. പുള്ളിലെ ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ അകലിൽ വന്നിട്ട് വീക്കെൻഡൊക്കെ ചിലവഴിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്താൻ പോകുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ വന്നാലും നമുക്ക് കാണാൻ നല്ല കാഴ്ചകളുള്ള സ്ഥലമാണ്. പിന്നെ അത്യാവശ്യം നടക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് പുള്ള്. ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ എന്തോ വർക്ക് നടക്കാൻ തോന്നുന്നു. അപ്പം ടാറിട്ട റോഡിനില്ല കുറച്ച് ദൂരത്തേക്ക്. അപ്പം നമുക്ക് ഓഫ് റോഡിലൊക്കെ പോകുന്ന പോലെ ഒന്ന് റൈഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണിത്. ഒരു പ്രത്യേക രസം തന്നെ ഉണ്ട്. ഇതിൽ കുറച്ച് ചാട്ടമൊക്കെ ഉണ്ട് വണ്ടിക്ക്, നല്ല രസമാണ് ഇതിൽ പോകാനായിട്ട്. ലെഫ്റ്റ് സൈഡ് ഫുള്ള് പാടാണ്, റൈറ്റ് സൈഡിലൊരു കനാലുണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആഫ്റ്റർനൂണൊക്കെ വന്നിട്ട് കുറച്ച് സമയം ചിലവിടുന്നത്. ഇവിടെ ചെറിയ തുഴയുന്ന വാട്ടർ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഫാസ്റ്റ് ഫുഡൊക്കെ ഉണ്ടാവും വൈകിട്ട്. എനിക്കൊരു 4 മണി നേരത്തൊക്കെ ഉണ്ടാവും തോന്നുന്നു. ഞാനിവിടെ മുന്നിൽ വന്നപ്പം ഒരു 5 മണി കഴിഞ്ഞ സമയത്തൊക്കെ ഈ ഭാഗത്ത് നിറയെ കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും തിരക്കായിരുന്നു ഈ ഭാഗത്തൊക്കെ. ഇപ്പം നമ്മൾ പോകുന്ന ഏകദേശം ഒരു ഉച്ചയോടെ കൂടിയിട്ടാണ് ഇതില്ല, അതുകൊണ്ടാണ് അധികം ആൾക്കാരെ ഇവിടെ കാണാത്തത്. ഇപ്പോൾ ഒരു 5 മണി 5:30 നേരത്തൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ളായിരിക്കും ആൾക്കാർ. ഇനിയിപ്പോൾ ഈ റോഡ് പോകുന്നത് തൃശ്ശൂർക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മനക്കൊടി വഴി നമുക്ക് തൃശ്ശൂരിൽ നിന്ന് പുള്ളിലേക്ക് വരാം. അപ്പം എനിക്ക് തോന്നുന്നു ഇതിലൊരു 3-4 കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ മനക്കൊടി സെൻറ്റർ എത്തും.
പിന്നെ അവിടുന്ന് തൃശ്ശൂർക്ക്, പിന്നെ അതൊരു ഹൈവേ ആണ്, സ്റ്റേറ്റ് ഹൈവേ ആണ്. ആ സ്റ്റേറ്റ് ഹൈവേ വഴി തൃശ്ശൂർ എത്താനായിട്ട് ഒരു മനക്കോടിയിൽ നിന്ന് തൃശ്ശൂർക്ക് ഒരു 10-15 മിനിറ്റൊക്കെ മതിയാവും. ഇനി മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഈ റോഡിൻ്റെ ചുറ്റും വെള്ളം, അത്യാവശ്യം ഫ്ലഡ് പോലെയൊക്കെ വരുന്ന സമയത്ത് ഈ റോഡിൻ്റെ മുകളിലേക്കൊക്കെ വെള്ളം വരാറുണ്ട്. ഇവിടുന്ന് 1 കിലോമീറ്റർ ഇല്ല, അപ്പോഴേക്കും വീണ്ടും റബ്ബറൈസ്ഡ് റോഡാവും. പിന്നീട് നമുക്ക് തൃശ്ശൂർക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. പുല്ല്, പാടം, റോഡ് വഴിയുള്ള സഞ്ചാരം, പിന്നെ പുള്ളിനെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.